5 വർഷ പെൻഷൻ പരിഷ്കരണ അട്ടിമറിയെന്ന ആരോപണം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. 5 വർഷ പെൻഷൻ പരിഷ്കരണം റദ്ദു ചെയ്യാനും കുടിശ്ശിക ക്ഷമാശ്വാസ ഗഡുക്കൾ നിഷേധിക്കാനുമുള്ള ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾക്കെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. 2024 നടക്കേണ്ട പരിഷ്കരണത്തിന് കമ്മീഷൻ നിയമിച്ച പ്രവർത്തനം ആരംഭിച്ചിരിക്കെയാണ് സർക്കാർ ഏകപക്ഷീയമായി 10 വർഷത്തിലൊരിക്കൽ പരിഷ്കരണമെന്ന തീരുമാനത്തിലേക്ക് മാറിയത്. ക്ഷമാശ്വാസ കുടിശ്ശിക 8 ഗഡുക്കളായി നൽകാൻ ഉത്തരവ് നിലനിൽക്കെ അതുമായി ബന്ധപ്പെട്ട നടപടി തടഞ്ഞുകൊണ്ടുള്ള നിലപാടാണ് സർക്കാർ കൈക്കൊള്ളുന്നതെന്നും ഇവർ പറഞ്ഞു. നിലപാടുകൾക്കെതിരെ പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രത്തിലേക്കും നടത്തുന്ന പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട് സ്മൃതി മണ്ഡപം മുതൽ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പെൻഷൻകാർ പ്രകടനം നടത്തി. മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ചേർന്ന പ്രതിഷേധ യോഗം ജില്ലാ സെക്രട്ടറി KV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കിട്ടാൻ ബാക്കിയായിരുന്നു 10-13% DR പെൻഡിങ്ങിലായിരുന്നു. അതെല്ലാം പരിഹരിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നിരന്തരമായ പ്രക്ഷോഭത്തിലായിരുന്നു. എന്നാൽ ജനുവരി 19 അവതരിപ്പിക്കേണ്ട ബഡ്ജറ്റിൽ നമുക്ക് തരാനുള്ള DA കുടിശ്ശികയെല്ലാം തരുമെന്നും പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുമെന്നും അതുപോലെ നിലവിലുള്ള നമ്മൾ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ നടപടികളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതിന്റെ ഒരു ഭാഗമായി അഷ്യൂർഡ് പെൻഷൻ ഉറപ്പുവരുത്തുകയാണെന്നും ഗവൺമെന്റ് പ്രഖ്യാപിച്ചതാണ്. അപ്പോൾ നമ്മുടെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞു ഈ ഭീമമായ തുക ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ജില്ലാ പ്രസിഡന്റ് ജയറാം പ്രകാശ് അധ്യക്ഷത വഹിച്ചു. PV ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. PC പ്രസന്ന, V കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കണ്ണൻ, M കുഞ്ഞി ഗോവിന്ദൻ, PV നിർമ്മല, K ചന്ദ്രശേഖരൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.